എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ അനലിറ്റിക്സിറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിന്റെ എല്ലാ ഓർഡർ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ഹാവ് ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ്. അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇറ്റ് ഹാസ് ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മളിവിടെ റിക്വയർമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ റിയൽ ഫംഗ്ഷൻ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് എ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് എക്സെട്ര ഇത് എഴുതും. ആൻഡ് വി കോൾ ദിസ് എസ് എ പവർ സീരീസ്. നിങ്ങൾ പവർ സീരീസും പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ പവർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സീരീസ് ഇൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് എ. ഇതിനെയാണ് ടൈലർ സീരീസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്നോ അല്ലെങ്കിൽ വിത്ത് സെന്റർ എന്നോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. സോ ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിലും സെയിം എക്സ്പ്രഷൻ ആണ്. സോ സപ്പോസ് എഫ് ഓഫ് സെഡ് ഇസ് അനലിറ്റിക് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഓൾ ഓർഡേഴ്സ് എക്സിസ്റ്റ്. സോ സപ്പോസ് എഫ് ഓഫ് സെഡ് ഇസ് അനലിറ്റിക് ഇൻ എ ഡൊമെയിൻ ഡി, ഒരു റീജിയനിൽ ഇത് അനലിറ്റിക് ആണ് and A is a point that belongs to D. So we have a domain D in complex plane and A is a point in D. So that means it is analytic in the neighborhood of A. Then you can write the function f of z as a power series in z minus A, as f of z is equal to f of A plus f dash A into z minus A plus f double dash A by 2 factorial z minus A the whole square plus etc. This we call as the Taylor series with center A. Taylor series with center A എന്ന് പറഞ്ഞാലും Taylor series at x is equal to A എന്ന് പറഞ്ഞാലും എല്ലാം സെയിം കാര്യം തന്നെയാണ്. So we call this as Taylor series with center A. Okay. Now ഈ സെന്റർ 0 ആവണ കേസിനെയാണ് നമ്മൾ Maclaurin series എന്ന് പറയുന്നത്. So Maclaurin series will be f of z is equal to f of z is equal to f of 0. എയുടെ പ്ലേസിൽ 0 ആണ് വരുന്നത്. So f of 0 plus f dash 0 into z minus 0, that is z, plus f double dash 0 by 2 factorial z square plus f 3 dash 0 by 3 factorial z cube plus etc. This is called the Maclaurin series of f of z. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ Maclaurin സീരീസ് ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫംഗ്ഷൻസിന്റെ ഈ റേസ് ടു സെഡിന്റെ കോസ് സെഡിന്റെ സൈൻ സെഡിന്റെ ഒക്കെ Maclaurin സീരീസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബേസിക് ഫംഗ്ഷൻസിന്റെ Maclaurin സീരീസ് ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പവർ സീരീസ് പഠിച്ചപ്പോൾ നിങ്ങൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. സോ ഒരു പവർ സീരീസ് എടുത്തു കഴിഞ്ഞാൽ there is a circle in which ഇപ്പോൾ എയിൽ ഒരു പവർ സീരീസ് ആണെങ്കിൽ there is a neighborhood of a circle around A such that the series is convergent in this circle. So the circle എന്നല്ല ഡിസ്കിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, mod z minus a less than r. So if you take any point in the disk mod z minus a less than r, I'm sorry, I should write it as capital R, mod z minus a less than r, then the power series will be convergent at all points in this disk. ഈ ആറിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പവർ സീരീസ് നമ്മൾ ഇങ്ങനെയാണ് എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ an into z minus a whole raised to n. അതായത് z minus a പവറിലായിരിക്കും പവർ സീരീസ് വരുന്നത്. ഇതിന്റെ z minus a raised to n ന്റെ കോഎഫിഷ്യന്റ് an ആണെങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി mod an divided by mod an plus 1 ആണ്. For example, if you consider the series
sigma z raised to n. That is 1 plus z square plus etc. Geometric series ആണ്. So if you consider this series, the value of an, the coefficient of z raised to n is 1. So if you take r will be equal to limit n tends to infinity, an is 1, right? ഈ ഫോർമുലയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. an is 1, an plus 1 is also 1. So we get this is equal to 1. അപ്പോൾ നമ്മൾ പറയുന്നത് സെന്റർ നമ്മൾ z മൈനസ് എയിലാണെങ്കിൽ മോഡ് z മൈനസ് എ ലെസ് ദാൻ ആർ എന്നാണ് പറയുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് z പവറിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ സീരീസ് എക്സ്പാൻഷൻ ഇസ് വാലിഡ് ഇഫ് മോഡ് z, ഇവിടെ z മൈനസ് എയുടെ പവറിലാണെങ്കിൽ മോഡ് z മൈനസ് എ എന്ന് എഴുതാം. ഇഫ് മോഡ് z ലെസ് ദാൻ 1. നിങ്ങൾ ജോമെട്രിക് സീരീസ് പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ കോമൺ റേഷ്യോ ആണ് z വരുന്നത്. കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിലാണ് കൺവേർജന്റ് വരുന്നത്. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇഫ് r is equal to limit n tends to infinity mod an by mod an plus 1, the series will be convergent if mod z is less than 1. Sorry, mod z minus a is less than r. ഈ r-നെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളും കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, suppose you take the series as sigma z raised to n by n factorial. So in this case, an is 1 by n factorial, an plus 1 is 1 by n plus 1 factorial. So if you compute the radius of convergence, this is equal to limit n tends to infinity mod an, that is 1 by n factorial divided by 1 by n plus 1 factorial. So n factorial cancels and you get n plus 1 over here. So this will go to the numerator. So what we get is limit n tends to infinity n plus 1, which is equal to infinity. അപ്പോൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെന്റർ ആയിട്ട്, ഇപ്പോൾ ഇവിടെ നമ്മൾ 0 ആണ് സെന്റർ കൊടുത്തിരിക്കുന്നത്. 0 സെന്റർ ആയിട്ട് ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ ഇത് കൺവേർജന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് പ്ലെയിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും അല്ലേ. സോ ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഇഫ് r is equal to, ഇതാണ് നമ്മളിവിടെ സെന്റർ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഇത് കൺവേർജന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദിസ് എക്സ്പാൻഷൻ ഇസ് valid, or the series is convergent for all values of z. Okay, the series is convergent for all values of z. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഈ സീരീസ് എടുത്തു നോക്കാം, n factorial into z raised to n. അപ്പൊ ഇതിന്റെ റിവേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. an എടുക്കുമ്പോൾ r കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പൊ 0 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സെന്ററിൽ മാത്രമാണ് ഇത് കൺവേർജന്റ്. റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ പോയിന്റ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ് കൺവേർജസ് ഓൺലി അറ്റ് ദ സെന്റർ. സോ ഓൺലി അറ്റ്, ഇവിടെ സെന്റർ നമ്മുടെ z equal to 0 ആണ്. So this is how we compute the radius of convergence, and looking at the value of radius of convergence, you can see the region where the Taylor series expansion is valid. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബേസിക് ഫംഗ്ഷൻസിന്റെ Maclaurin series നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ Maclaurin series of 1 by 1 minus z. f of z is equal to 1 by 1 minus z. So Maclaurin series expansion of the function is f of z is equal to f of 0 plus f dash 0 into z plus f double dash 0 by 2 factorial z square plus etc. And you might have done this for 1 by 1 minus x, and you know the expansion of the series. Let us do this for complex function. No difference, just differentiate the function. ഇവിടെ നമുക്കറിയാം ഈ ഫംഗ്ഷന് ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ് വരുന്നത് z ഈക്വൽ ടു 1 ആണ്. പക്ഷെ നമ്മളിവിടെ എക്സ്പാൻഷൻ കാണുന്നത് 0-ലാണ്. അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 0-ൽ അനലറ്റിക് ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കുക. സോ f of z is 1 by 1 minus z. So from this f of 0 is 1. Then f dash z kandu. So 1 by z ന്റെ derivative minus 1 by 1 minus z square. Then 1 minus z ന്റെ derivative minus 1.
So f dash 0 is equal to, ഇവിടെ z ന് 0 കൊടുക്കാം, minus into minus plus ആവും, plus 1. Then find f double dash z. So 1 by 1 minus z square ആണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ minus 2 by 1 minus z the whole cube into 1 minus z ന്റെ ഡെറിവേറ്റീവ് minus 1. വീണ്ടും minus into minus പോസിറ്റീവ് ആയി. f double dash 0 will be equal to z ന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. ഒരെണ്ണം കൂടെ കമ്പ്യൂട്ട് ചെയ്യാം. f3 dash at z തേർഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ 2 by 1 minus z cube ആണ് എടുക്കുന്നത്. 2 is a constant. 1 by 1 minus z the whole cube ന്റെ ഡെറിവേറ്റീവ് minus 3 by 1 minus z the whole raised to 4 into derivative of 1 minus z, which is equal to minus 1. So we get f3 at 0 equal to, ഇവിടെ minus into minus plus ആവും, z ന് 0 കൊടുക്കുമ്പോൾ 2 into 3, you may write it as 3 factorial. So if you continue like this, in the next case you will see f4 at 0 is equal to 4 factorial, etc. അപ്പോൾ ഇതിൽ substitute ചെയ്യാം. So we get f of z equal to, f of 0 is നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 plus f dash 0 is 1, so 1 into z, plus f double dash 0 is 2, so 2 by 2 factorial z square. f3 dash 0 is 3 factorial, so 3 factorial by 3 factorial z cube, plus 4 factorial by 4 factorial z raised to 4, etc. So cancelling the terms, we get the series of 1 by 1 minus z as 1 plus z plus 2 and 2 factorial cancels. We get z square plus z cube plus etc. ഈ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, r is equal to 1. So this expansion is valid for mod z less than 1. നമ്മൾ നേരത്തെ കഴിഞ്ഞ കേസിൽ ഈ 1 by 1 minus z ന്റെ ഈ സീരീസിന്റെ ആണ്, സോറി, ഇതിന്റെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിച്ചിരുന്നത്, 1 plus z square. So this expansion will be valid when mod z is less than 1. So this is the Maclaurin series of 1 by 1 minus z. Now you try to find the Maclaurin series of e raised to z. നിങ്ങൾക്ക് അറിയണതാണ് എക്സ്പാൻഷൻ, എന്നാലും ഒന്ന് കമ്പ്യൂട്ട് ചെയ്യുക വേഗം. f of z equal to e raised to z. So find f of 0, f dash 0, etc. and find the Maclaurin series of e raised to z. ദേവി എവിടെ ഉണ്ടാ? എന്താ കിട്ടിയ raised to z ന്റെ? So for e raised to z, f dash z is e raised to z, f double dash z is e raised to z, etc. All order derivative will be e raised to z. So f of 0 will be 1, f dash 0 will be 1, f double dash 0 will be 1, etc. ഇപ്പോൾ നമ്മൾ Maclaurin സീരീസിൽ കൊടുക്കുമ്പോൾ f of z will be equal to, നമ്മുടെ Maclaurin series f of 0 plus f dash 0 into z plus f double dash 0 into z square plus etc. Right? So what we get is f of 0 is 1 plus f dash 0 is 1, so 1 into z
plus, I'm sorry, this should be f double dash 0 by 2 factorial. So we get 1 by 2 factorial z square. The next term 1 by 3 factorial z cube plus etc. So what we get is e raised to z is equal to 1 plus z square by 2 factorial plus z cube by 3 factorial plus etc. Right? And this series ആണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്തത് sigma z raised to n by n factorial. And we have seen r is equal to infinity. So this expansion is valid for all values of z. Z ന്റെ എല്ലാ വാല്യൂസിനും e raised to z ഈ സീരീസ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും 1 plus z square by 2 factorial plus z cube by 3 factorial etc. So that is the Maclaurin series of e raised to z. ചെയ്യണുണ്ടോ നിങ്ങൾ? ഉണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് cos z ൻ്റെയാണ്. f of z equal to cos z. ബേസിക് ഫങ്ഷൻസിന്റെ Maclaurin സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് നമുക്ക് കുറേയൊക്കെ ഇത് ഈ സെയിം ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ബേസിക് ഫങ്ഷൻസിന്റെ ചെയ്യുന്നത്. സോ f of z cos z ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ what is f of 0? f of 0 is 1. Then what is f dash z? F dash z is minus sin z. So f dash 0 is 0. F double dash z is minus cos z. F double dash 0 minus 1. F3 dash z sin z. So f3 at 0 0. Then fourth order derivative കൂടെ എഴുതിയിട്ട് നമുക്ക് സീരീസ് എഴുതാം. So f4 at z cos z. So f4 at 0 1. So it goes on like this. So the Maclaurin series f of z is equal to f of 0 is 1 plus f dash 0 is 0 plus f double dash 0 is minus 1. So minus 1 by 2 factorial z square plus f3 dash is 0 plus f4 is 1. So 1 by 4 factorial z raised to 4 plus etc. So we get cos z equal to 1 minus z square by 2 factorial plus z raised to 4 by 4 factorial etc. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ഫാക്ടോറിയൽ എക്സ്പ്രഷൻ ആണ്. ഇവിടെ നിങ്ങൾ r കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ you will get r equal to infinity. So this is expansion is valid for all values of z. ഇപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ sin z എഴുതി നോക്കിക്കഴിഞ്ഞാൽ sin z you can see that will be equal to z minus z cube by 3 factorial plus z raised to 5 by 5 factorial etc. ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ റിയൽ കേസിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അനലിറ്റിക് ഫങ്ഷൻസ് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. റിയൽ കേസിൽ ചെയ്തിട്ടുള്ളതിൻ്റെ അനലോഗ് തന്നെയാണ് നമുക്ക് കോംപ്ലക്സ് കേസിലും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ സൈൻ സെഡിൻ്റെ കിട്ടി, കോസ് സെഡിൻ്റെ കിട്ടി. ഇനി നമുക്ക് cos h z ഉം sin h z ഉം നോക്കാം. So if you take cos h z, നമ്മൾ ഓൾറെഡി e raised to z ന്റെ എക്സ്പ്രഷൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. So we have e raised to z plus e raised to minus z by 2 as cos h z. So e raised to z ന്റെ എക്സ്പാൻഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് 1 plus z square by 2 factorial plus z cube by 3 factorial plus etc. ഇതാണ് e raised to z നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ z ന് പകരം മൈനസ് z കൊടുത്തു കഴിഞ്ഞാൽ e raised to minus z കിട്ടും.
അല്ലേ? അപ്പൊ മൈനസ് സെറ്റ് കൊടുക്കുമ്പോൾ ഈവൺ ടേംസിനൊന്നും ഈവൺ പവറിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, വീണ്ടും പോസിറ്റീവ് ആവും. ഓഡ് പവേഴ്സ് ഒക്കെ നെഗറ്റീവ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ റൈസ് ടു മൈനസ് സെഡിന്റെ എക്സ്പാൻഷൻ 1 മൈനസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ എക്സെട്ര. ഇതിനെ രണ്ടിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഓഡ് ടേംസ് സെഡും മൈനസ് സെഡും ക്യാൻസൽ ചെയ്ത് പോകും, സെഡ് ക്യൂബും മൈനസ് സെഡ് ക്യൂബും ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ദ ഈവൺ ടേംസ് വിൽ ആഡ് അപ് ടു 2 അല്ലേ? 1 + 1 2, ഇത് രണ്ടും കൂടെ 2 ആവും. ആൻഡ് വെൻ യു ഡിവൈഡ് ബൈ 2 നമുക്ക് കിട്ടുന്നത് ആ 2ഉം കൂടെ പോയിട്ട് ഈവൺ ടേംസ് മാത്രമായിരിക്കും. സോ വി ഗെറ്റ് cos it z as 1 plus z square by 2 factorial plus z raised to 4 by 4 factorial etc. cos z ആണെങ്കിലും ഇതേ ടേംസ് തന്നെയാണ് വരുന്നത്, പക്ഷെ ഒരു വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് നെഗറ്റീവാണ് വരുന്നത്. ഇതിന്റെ കാരണം ഇതാണ്. cos h z എന്ന് പറയുന്നത് cos i z ആണ്. അപ്പോൾ ഈ കോസില് ഐ സെഡ് കൊടുക്കുമ്പോൾ സ്ക്വയർ ടേംസ് വരുന്നിടത്തൊക്കെ നമുക്ക് വീണ്ടും ഒരു നെഗറ്റീവ് വരും, അത് പോസിറ്റീവ് ആവും. സെഡ് സ്ക്വയറിൽ സെഡ് റേസ് ടു 6 വീണ്ടും നെഗറ്റീവ് വരും, അപ്പൊ എല്ലാ ടേംസും പോസിറ്റീവ് ആവും. സോ ദിസ് ഇസ് ദ എക്സ്പാൻഷൻ ഫോർ കോസ് ഇറ്റ് സെഡ്. സിമിലർലി ഇഫ് യു ടേക്ക് സൈൻ ഇറ്റ് സെഡ്, സൈൻ ഇറ്റ് സെഡ് ഇസ് ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് സെഡ് ബൈ 2. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈവൺ ടേംസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഓഡ് ടേംസ് മാത്രമാവും. സോ വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z raised to 5 by 5 factorial etc. So this is the Maclaurin series for sin it z. Then another basic function is logarithm function. Trigonometric functions kandu, hyperbolic functions kandu, exponential kandu. Now let us see log 1 plus z. So log 1 plus z in the f of z എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സീരീസ് ഒന്ന് കണ്ടുപിടിക്കാം വേഗം. So f of 0 was log 1 which is equal to 0. Then derivative എടുക്കാം. What is f dash z? log ഈ ഫംഗ്ഷൻ നമുക്ക് ഡിഫറൻഷ്യബിൾ അല്ലാത്തൊരു പോയിന്റ് ഉണ്ട്, z equal to -1. പക്ഷെ ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് സീക്ക് ചെയ്യുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുകൊണ്ട് അവിടെ അനലിറ്റിക് ആയതുകൊണ്ട് നമുക്ക് സാധാരണ ഫംഗ്ഷൻസ് പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ എഫ് ഡാഷ് സെഡ് എന്താ? What is f dash z? 1 by 1 plus z. 1 by 1 plus z. So f dash 0 was 1. 1. Then f double dash z minus 1 by 1 plus z. minus 1 by 1 plus z the square. So f double dash 0 minus 1. minus 1. Minus 1. f3 at z minus sign out already in the, then 1 by 1 plus z whole raised to 2. Find the derivative minus 2 by 1 plus z the whole cube. So f3 at 0 will be 2. Then fourth order derivative അതും കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഓൾറെഡി പോസിറ്റീവ് ആണ് നിൽക്കുന്നത്, 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്. 1 by 1 plus z the whole cube ന്റെ ഡെറിവേറ്റീവ് minus 3 by 1 plus z the whole raised to 4. Right? So f4 at z will be minus 6 or minus 3 factorial. ഇനി നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സി f5 at z. അടുത്തതിൽ ഈ മൈനസും കൂടെ പ്ലസ് ആവും, നമുക്ക് 4 ഫാക്ടോറിയൽ കിട്ടും. ദെൻ f6 എടുത്തു കഴിഞ്ഞാൽ minus 5 factorial. It will go on like this. So the Maclaurin series
f of z equal to f of 0 was 0, f dash 0 was 1, so 1 into z, f double dash 0 was minus 1, so minus 1 by 2 factorial z square plus f4 at z, sorry, f3 at z is 2, so 2 by 3 factorial z cube plus f4 is minus 3 factorial by 4 factorial z raised to 4 plus f5 is 4 factorial by 5 factorial z raised to 5, etc. So cancelling the terms, you see that log 1 plus z equal to z minus z square by 2. ഇതിൽ 2 cancel ചെയ്ത് പോയിട്ട് ഡിനോമിനേറ്ററിൽ 3 മാത്രമാവും. So z cube by 3. ഇവിടെ 3 factorial cancel ചെയ്ത് പോവും and we get minus z raised to 4 by 4, etc. So alternatively positive and negative, and z raised to n divided by n. This is the expansion for log 1 plus z. And if you find the radius of convergence for this series, നമുക്ക് കിട്ടുന്നത് a എന്ന് പറയുന്നത് z raised to n ന്റെ coefficient 1 by n ആണ്. So mod an will be positive and negative ഉണ്ട്. Mod an will be 1 by n. And mod an plus 1 will be 1 by n plus 1. Right? So if you find r, this will be equal to limit n tends to infinity 1 by n divided by 1 by n plus 1. And this limit is equal to 1. അല്ലേ? Highest degree term in the coefficient n into n plus 1 being coefficient 1 ആണ്. So if you take n to the denominator, limit 1 കിട്ടും. So that means this expansion is valid for mod z less than 1. Okay, log 1 plus z ന്റെ expansion valid, the convergent ആവണമെങ്കിൽ mod z should be less than 1. ഇപ്പോൾ log 1 plus z ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് z ന് മൈനസ് z കൊടുത്തു കഴിഞ്ഞാൽ log 1 minus z എഴുതാം. So log 1 minus z will be എല്ലാ ടേംസും പോസിറ്റീവ് ആവും. z plus z square by 2 factorial. Okay. z square by 2 plus z cube by 3 plus z raised to 4 by 4, etc. And this 2 valid for mod z less than 1. ഇപ്പോൾ ഇത്രയും ബേസിക് ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ബേസിക് ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെയും ഫങ്ഷൻസിൻ്റെ Maclaurin series നമുക്ക് കാണാനായിട്ട് പറ്റും. For example, suppose you want to find the Maclaurin series of 1 by 1 minus z square. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു Maclaurin series ഇതാണ് 1 by 1 minus z. ഇതിന്റെ Maclaurin series നമ്മൾ കണ്ടുപിടിച്ചു. That is equal to 1 plus z square plus etc. So comparable ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോവാണ്. So suppose you give z square, substitute z square equal to t എന്ന് കൊടുത്തു വന്നിരിക്കുക. Then you can write this expression as 1 by 1 minus t. അല്ലേ? z square t substitute ചെയ്ത് കഴിഞ്ഞാൽ this becomes 1 by 1 minus t. 1 by 1 minus t യുടെ expansion 1 plus t square plus t cube plus etc. ഇതാണെന്ന് നമ്മൾ കണ്ടു for mod t less than 1. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ tനെ വീണ്ടും നമ്മൾ തിരിച്ച് സെറ്റിലേക്ക് കൊടുത്താൽ മതി. നമുക്ക് കിട്ടും 1 by 1 minus z square equal to 1 plus t is replaced by z square again. So 1 plus z square plus z raised to 4 plus z raised to 6 plus etc. Mod z square less than 1. Mod z square less than 1 means mod z is less than 1. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ടേലർ സീരീസ് നമുക്ക് ഒരു എക്സ്പാൻഷൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കൂടുതൽ എക്സ്പാൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Now ഇതേ കാര്യം ഉപയോഗിക്കണ വേറൊരു expansion. Let us find the Maclaurin series of f of z is equal to
z plus 2 divided by 1 minus z square. So, ഇങ്ങനെ വരുന്ന കേസിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം z plus 2 into ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഇല്ലെങ്കിൽ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. So, you may write this expression as z plus 2 divided by 1 minus z into 1 plus z. Right? ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we get a by 1 minus z plus b by 1 plus z. So, we get a യുടെ വാല്യൂ എന്തായിരിക്കും? a into 1 plus z plus b into 1 minus z will be equal to z plus 2. Right? So, ഓരോ റൂട്ടും കൊടുത്താൽ മതി. z ന് 1 കൊടുത്തു കഴിഞ്ഞാൽ we get 3 equal to 2a. This implies a equal to 3 by 2. Right? z ന് അടുത്ത റൂട്ട് -1. -1 കൊടുത്തു കഴിഞ്ഞാൽ 1 is equal to -2b. Right? ഇവിടെ z ന് -1 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിട്ട് പോകും. So, -2b. Sorry. Plus 2b. z ന് -1 കൊടുക്കുമ്പോൾ 1 minus -1 2b, which implies b equal to 1 by 2. So, you can write z plus 2 divided by 1 minus z square as 3 by 2 into 1 by 1 minus z plus b is 1 by 2 into 1 by 1 plus z. ഇനി ഈ 1 by 1 minus z ന്റെ Maclaurin series നമുക്കറിയാം. അപ്പോൾ അത് അവിടെ കൊടുക്കാം. 1 by 1 plus z is 1 minus z is 1 plus z square plus z cube plus etc. Then plus b is 1 by 2 into, see 1 by 1 minus z ന്റെ അറിയാമെന്നുണ്ടെങ്കിൽ 1 by 1 plus z ന്റെ കിട്ടാനായിട്ട് എന്ത് മതി? z ന് പകരം minus z കൊടുത്താൽ മതി. So, 1 by 1 plus z ന്റെ എക്സ്പാൻഷൻ 1 minus z, z ന് പകരം minus z കൊടുക്കുമ്പോൾ ഓഡ് ടേംസ് എല്ലാം നെഗറ്റീവ് ആവും. So, 1 minus z plus z square minus z cube plus etc. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരേപോലത്തെ ടേംസിന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. So, കോൺസ്റ്റന്റ് ടേം എടുത്തു കഴിഞ്ഞാൽ 3 by 2 plus 1 by 2 makes 2. Then എല്ലാ odd termsന്റെയും 3 by 2 minus 1 by 2 വരും, which is equal to 1. So, what we get is plus z. Even termsന്റെ എല്ലാം 3 by 2 plus 1 by 2 വരും, which is equal to 2. So, what we get 2z square plus z cube plus etc. So, you can change into partial fraction and apply the formula for 1 by 1 minus z to get the Maclaurin series of such functions. ഇതേപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യം ഉപയോഗിച്ച് ചെയ്യുന്ന Maclaurin series. For example, if you want to find the Maclaurin series of f of z is equal to sin 2z square. ഇതിന്റെ Maclaurin series അറിയണം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരെണ്ണം സൈൻ സെഡിന്റെ അറിയാം അല്ലേ? സൈൻ സെഡിന്റെ എക്സ്പാൻഷൻ z minus z cube by 3 factorial plus z raised to 5 by 5 factorial etc. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ഇത് അറിയാമെന്ന് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് അറിയണം. ഇതൊക്കെയാണ് എക്സ്പാൻഷൻ ബേസിക് ഫംഗ്ഷൻസിന്റെ ഓർത്ത് വെക്കുക. ദെൻ ഇപ്പൊ സൈൻ 2z സ്ക്വയറിന്റെ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. 2z square equal to t എന്ന് കൊടുത്തു. Right? Then നമ്മുടെ function f of z takes the form sin t. Sin t can be written as t minus t cube by 3 factorial plus t raised to 5 by 5 factorial etc. ഇനി ഇത് കഴിഞ്ഞാൽ ആ t നെ മാറ്റിയിടാം. t is 2z square. So we get 2z square minus 2z square the whole cube by 3 factorial plus 2z square the whole raised to 5 by 5 factorial etc. Just simplify that expression to get the Maclaurin series of sin 2z square. Okay. Likewise, you can find the Maclaurin series of many functions. Another example is cos square z by 2.
നിങ്ങൾക്ക് ഇടയിൽ എന്ത് സംശയം വന്നാലും ചോദിക്കാം കേട്ടോ. ഞാൻ നിങ്ങൾ റിയൽ കേസിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കൂടുതൽ സമയം കളയാത്തത്. cos സ്ക്വയർ സെഡ് ബൈ 2. അപ്പൊ നമുക്ക് കോസ് സെഡിന്റെ എക്സ്പാൻഷൻ അറിയാം. അപ്പൊ നമ്മൾ അതിലേക്ക് മാറ്റിയെടുക്കാണ്. cos സ്ക്വയർ സെഡ് ബൈ 2 ക്യാൻ ബി റിട്ടൺ ആസ് 1 പ്ലസ് അല്ലേ, കോസ് സ്ക്വയർ സെഡിനെ കോസ് സ്ക്വയർ തീറ്റേനെ നമ്മൾ എഴുതാറുള്ളത് 1 പ്ലസ് cos 2 തീറ്റ ബൈ 2 എന്നാണ് എഴുതാറ് അല്ലേ. അപ്പൊ ഈ cos സ്ക്വയർ സെഡ് ബൈ 2നെ നമുക്ക് ഇങ്ങനെ എഴുതാം 1 പ്ലസ് cos z divided by 2. ഫൈൻ. ഞാൻ എഴുതിയ ഫോർമുലയിൽ തെറ്റൊന്നുമില്ലല്ലോ. So you can just write the series for cos z. So 1 by 2 into 1 plus cos z in the series 1 minus z square by 2 factorial plus z raised to 4 by 4 factorial etc. But change വരുന്നത് 1 plus 1 2 വരും, 2 by 2 1 minus z square by 2 into 2 factorial plus z raised to 4 by 2 into 4 factorial etc. So that is the Maclaurin series for cos square z by 2. Then inverse functions ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. So inverse function, for example, suppose you take f of z is equal to arc tan z. അപ്പോൾ arc tan z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is tan inverse z. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതിൽ നിന്നൊന്ന് എഫ് ഡാഷ് സെഡ് എടുത്തു. സോ എഫ് ഡാഷ് സെഡ് നമുക്കറിയാം 1 by 1 plus z സ്ക്വയർ ആണ്, റൈറ്റ്. അപ്പോൾ 1 by 1 plus z സ്ക്വയറിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം 1 minus z സ്ക്വയർ അല്ലേ. 1 by 1 plus zന്റെ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞതാണ്, that is equal to 1 minus z plus z square by plus z square minus z cube etc. അപ്പോൾ zന്റെ പ്ലേസിൽ z സ്ക്വയർ വന്നേ ഉള്ളൂ. സോ വി ഗെറ്റ് 1 minus z square plus z raised to 4 minus z raised to 6 etc. ഇതാണ് നമുക്ക് എഫ് ഡാഷ് z ആയിട്ട് കിട്ടുന്നത്. സോ എഫ് ഓഫ് z കിട്ടാനായിട്ട് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ 1ന്റെ ഇന്റഗ്രൽ z സ്ക്വയറിന്റെ ഇന്റഗ്രൽ z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ z raised to 4 z raised to 5 by 5 factorial minus z raised to 7 by 7 factorial etc. So you may employ this method to find the Maclaurin series of inverse functions. ആദ്യം ഒന്ന് ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവിന്റെ Maclaurin series എഴുതാനായിട്ട് നമുക്ക് ഈ 1 by 1 minus zന്റെ ഫോർമുല വെച്ച് എഴുതാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സീരീസിന്റെ Maclaurin series കിട്ടും. So this is another method. Then ഇതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ഫാക്ടോറിയൽ വേണം. I'm sorry. ഫാക്ടോറിയൽ വേണം. ഒരു ഓളത്തിൽ എഴുതി പോയതാ. It should be z cube by 3. Thank you. Z cube by 3 z raised to 5 by 5 z raised to 7 by 7 അതേ വേണ്ടു കേട്ടോ. ഓക്കെ. Okay. Then ടെക്സ്റ്റിൽ ഇങ്ങനത്തെ ചില പ്രോബ്ലംസ് കാണുന്നുണ്ട്. ഫൈൻഡ് ദ Maclaurin series of f of z equal to integral 0 to z e raised to minus t square by 2 dt. അപ്പോൾ ഇവിടെയും ഈ മെത്തേഡ് തന്നെ നമുക്ക് എംപ്ലോയ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു ഇന്റഗ്രൽ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇപ്പോൾ 0 to z തന്നിരിക്കുന്നത്, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെഡിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഇന്റഗ്രൽ 0 to z ആണ് എഫ് ഓഫ് സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് e raised to minus z square by 2 ആയിരിക്കും അല്ലേ. ഇന്റഗ്രൽ ക്യാൻസൽ ചെയ്ത് പോകും. വി ഗെറ്റ് ദിസ് എസ് എഫ് ഓഫ് ഈ ഇന്റഗ്രന്റിന്റെ ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുക. So e raised to minus z square by 2 and we know the series of e raised to x. So we get 1 plus minus z square by 2 by 1 factorial plus minus z square by 2 the square by 2 factorial plus
minus z square by 2 cube by 3 factorial, etc. Right? So we get this as 1 minus z square by 2 plus z raised to 4 by 4 into 2 factorial plus, minus z raised to 8 by 8 into 3 factorial, etc. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ഡാഷ് സെഡ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എഫ് ഓഫ് സെഡ് എഴുതുക. സോ എഫ് ഓഫ് സെഡ് വിൽ ബി സെഡ് മൈനസ് സെഡ് ക്യൂബ് ബൈ 3 into 2 plus z raised to 5 by 5 into 4 into 2 factorial. Z raised to 5 by 5 ഇതിൻ്റെ integral. Z raised to 9 by 9 into 8 into 3 factorial, etc. ഇങ്ങനെ ഇന്റഗ്രൽ 0 to z എന്നുള്ള ഫോർമുല എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഫംഗ്ഷന്റെ മക്ലോറിൻ സീരീസ് എഴുതുക, തിരിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ഫംഗ്ഷന്റെ മക്ലോറിൻ സീരീസ് കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ. സോ ദിസ് ഇസ് another method you can employ for inverse functions as well as integrals. അപ്പോൾ മക്ലോറിൻ സീരീസിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. മക്ലോറിൻ സീരീസ് ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, ബിക്കോസ് സെൻറ്റർ 0 ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കുറേയും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തത് ടൈലർ സീരീസ് എക്സ്പാൻഷൻ കാണണം. നിങ്ങൾ വരുമ്പോൾ അടുത്ത ദിവസം വരുമ്പോഴേക്കും മക്ലോറിൻ സീരീസ് ചെയ്തൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈലർ സീരീസിലേക്ക് കടക്കാം.